ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട രണ്ട് പ്രോബ്ലംസ് ഉണ്ട്. A+ ലെവലിലേക്കും അതല്ലെങ്കിൽ ഇത്തവണ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ടഫ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരാൻ ചാൻസ് ഉള്ള രണ്ട് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് ഫൈൻഡ് ഈക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. അപ്പോൾ നിങ്ങളർക്ക് ഇത് എളുപ്പമല്ലേ, ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന്. പക്ഷേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിക്കുമ്പോൾ തെറ്റ് വരുന്നുണ്ട് ഒരുപാട് പേർക്ക്. അങ്ങനെ തെറ്റ് വരാതെ പഠിക്കണം. സോ നമുക്ക് എങ്ങനെയാണിത് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഡിമാൻഡിൻ്റെ ഫംഗ്ഷനും സപ്ലൈയുടെ ഫംഗ്ഷനും തന്നിട്ടുണ്ട്. അപ്പോൾ QD = 40 - 5P എന്നുള്ള ഈ ഒരു ഭാഗവും നമുക്ക് മതി. QS = 5 + P എന്നുള്ള ഈ ഒരു ഭാഗവും മതി. ഫൈൻഡ് ഈക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് ആൻസർ എഴുതാം. അറ്റ് ഈക്വിലിബ്രിയം, ഇക്വിലിബ്രിയത്തിൽ എന്താ പ്രത്യേകത? ഇക്വിലിബ്രിയത്തിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇക്വിലിബ്രിയം ആകുമ്പോൾ ഡിമാൻഡ് QDയും QS, ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിരിക്കും. അതായത് ഈ 40 - 5P എന്ന് പറയുന്നതും 5 + P എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടും. സോ 40 - 5P = 5 + P എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യാം? നമ്പേഴ്സിനെ എല്ലാം ഒരു സ്ഥലത്ത് നിർത്താം, ലെറ്റർ ചേർന്ന് നിൽക്കുന്നവരെയൊക്കെ ഒരു സൈഡിൽ നിർത്താം. ഓക്കെ, അപ്പോൾ 40 ഇവിടെ ഉണ്ട് ഓൾറെഡി. അപ്പോൾ ആ 40 അവിടെ നിൽക്കട്ടെ. -5P അപ്പുറത്തേക്ക് പോകും. ഓക്കെ, ഈ -5P അപ്പുറത്തേക്കും പോകും. ഇവിടെ കിടക്കുന്ന +5 ഇങ്ങോട്ടും വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ആ ലെറ്റർ ഉള്ളവർ അപ്പുറത്തായി, നമ്പർ ഉള്ളവർ ഇപ്പുറത്തുമായി അല്ലേ. അപ്പോൾ ഈ കിടക്കുന്ന 5 നോർമലായിട്ടുള്ള 5 ഉള്ള പോസിറ്റീവ് 5 ആണല്ലോ. ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആവും, -5 ആയിട്ട് മാറും. ദെൻ ഈക്വൽ. ദെൻ അവിടെ ഓൾറെഡി ഒരു P ഉണ്ട്, അതവിടെ കിടക്കട്ടെ. കൂടാതെ ഈ -5P ഇങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞില്ലേ, -5P അങ്ങോട്ട് പോകുമ്പോൾ ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈൻ, അതായത് +5P ആകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 40 - 5 എന്ന് പറഞ്ഞാൽ 35 ആണ്. 35 = P + 5P. 5Pയുടെ കൂടെ ഒരു P കൂടി ആഡ് ചെയ്താൽ 6P. അതായത് 6 × P ആണ് 35. സോ 6P = 35 ആണെങ്കിൽ therefore P എന്ന് പറയുന്നത് 35 / 6 ആണ്. ഓക്കെ, 35 / 6 എന്ന് പറയുന്നതാണ് പ്രൈസ്. അപ്പോൾ നമുക്കൊരു 5.833 എന്നുള്ള പോയിന്റ് ഉള്ള രീതിയിലേക്ക് കിട്ടും. ഓക്കെ, അവിടം വരെ ക്ലിയർ ആണല്ലോ? അവിടം വരെ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ P നമുക്ക് കിട്ടിയ പ്രൈസ് 5.833. ഇനി ക്വാണ്ടിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 5 + Pയുടെ ഉള്ള ഇക്വേഷനിൽ QSൻ്റെ ഇക്വേഷൻ എന്താ? 5 + P എന്നല്ലേ? 5 + P എന്നല്ലേ? അപ്പോൾ അതിൽ 5 + Pൻ്റെ വാല്യൂ എന്താ? 5.83. ഓക്കെ, 5.83. ഈ 5.83 നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് 6 എന്ന് എടുക്കാം കേട്ടോ, ആൻസർ ഒന്നും കൂടി കറക്റ്റ് ആകാൻ. അപ്പോൾ 6 എന്ന് എടുക്കുകയാണെങ്കിൽ 5 + 6 11 ആണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അതായത് ഇക്വിലിബ്രിയം പ്രൈസ് 6 ആകുമ്പോൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി 11 ആയിരിക്കും. ഇത് ഒരു പ്രോബ്ലം. പിന്നെ ചോദിക്കുന്ന മറ്റൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിവിടെ സപ്ലൈ ഫംഗ്ഷൻ, ഒരു ഫേമിൻ്റെ സപ്ലൈ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതും വളരെ സിമ്പിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു സപ്ലൈ ഷെഡ്യൂൾ വരയ്ക്കണം. അതായത് ഒരു ബോക്സ് വരയ്ക്കാം. ബോക്സ് വരച്ചിട്ട് 2 കോളം വേണം അതിൽ. ഓക്കെ, ആദ്യത്തെ കോളത്തിൽ Pയും കൊടുക്കണം, രണ്ടാമത്തെ കോളത്തിൽ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അതായത് 2P - 10 എന്നുള്ളത് അത് കൊടുക്കാം. 2P - 10 എന്ന് കൊടുക്കാം. ഇനി പ്രൈസിൻ്റെ പ്രത്യേകത എന്താ? ലെസ് ദാൻ, ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 0 if P < 5. പ്രൈസ് എന്ന് പറയുന്നത് 5-ൽ താഴെയാണെങ്കിൽ 0 ആയിരിക്കും സപ്ലൈ. അപ്പോൾ 5-ന് മുകളിലേക്ക് എടുത്താൽ മതി. അത് സപ്ലൈ വരുമ്പോൾ ഓർക്കുക, സപ്ലൈ ഫംഗ്ഷൻ തന്നിട്ടാണ് സപ്ലൈ ഷെഡ്യൂൾ വരയ്ക്കാൻ പറയുന്നതെങ്കിൽ ഈ 5 മുതൽ എടുത്താൽ മതി, 5-ൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്താൽ മതി. അപ്പോൾ പ്രൈസ് നമ്മൾ 5, 6, 7, 8 എന്ന് പറഞ്ഞിട്ട് ഒരു 4 പ്രൈസ് എഴുതിയാൽ മതി. അതിൽ ഈ ഇക്വേഷൻ അല്ലേ 2P - 10-ൽ P, ആ Pൻ്റെ അവിടെ ഈ വാല്യൂസ് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 2 × 5 - 10, അതായത് 10 - 10 അല്ലേ, 10 - 10 = 0. ഇനി 2 × Pയിൽ 6 കൊടുക്കുക, 6 - 10, അതായത് 12 - 10 ആണ് 2. ദെൻ 2 × 7 - 10, അതായത് 14 - 10 ആണ് = 4. ദെൻ 2 × 8 - 10, അപ്പോൾ എന്ത് കിട്ടും? 16 - 10 കിട്ടും. സോ 6 കിട്ടും. സോ അതാ സപ്ലൈ ഷെഡ്യൂൾ വരച്ചു. സപ്ലൈ ഷെഡ്യൂൾ വരച്ചിട്ട് നമ്മളോടൊരു സപ്ലൈ കർവ് വരയ്ക്കാൻ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സപ്ലൈ കർവ് വരയ്ക്കാം. എങ്ങനെയാണ് സപ്ലൈ കർവ് വരയ്ക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഡിമാൻഡ് സപ്ലൈ വരച്ചിട്ടുണ്ട്. ദെൻ ഇവിടെയാണ് നമ്മൾ പ്രൈസ് കൊടുക്കുന്നത്, ഇവിടെയാണ് നമ്മൾ സപ്ലൈ കാണിക്കുന്നത്. ഓക്കെ, ദെൻ പ്രൈസ് 5, 6, 7, 8 മുതലാണ്. അപ്പോൾ 0 മുതൽ
5 6 7 8 എന്ന് കൊടുത്തു. ദെൻ സപ്ലൈ നോക്കുമ്പോഴോ 0 2 4 6 അങ്ങനെ 2 4 6 8 അങ്ങനെ. എന്നൊക്കെ പ്രൈസ് 5 ആകുമ്പോൾ സപ്ലൈ 0, പ്രൈസ് 5 ആകുമ്പോൾ സപ്ലൈ 0 എന്ന് വെച്ചാൽ ഇവിടെ. ദെൻ പ്രൈസ് 6 ആകുമ്പോൾ 2, 6 ആകുമ്പോൾ 2 ഇതാ ഇവിടെ. 7 ആകുമ്പോൾ 4, 7 ആകുമ്പോൾ 4 എന്ന് പറയുമ്പോൾ പ്രൈസ് 7 ആകുമ്പോൾ 4 ഇവിടെ. ദെൻ 8 ആകുമ്പോൾ 6, 8 ആകുമ്പോൾ 6 എന്ന് പറയുമ്പോൾ പ്രൈസ് 8 ആകുമ്പോൾ 6 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ദെൻ നമ്മൾ ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് ഒരു ലൈൻ വരച്ചാൽ നമുക്ക് സപ്ലൈ കർവ് കിട്ടും. അപ്പോൾ എഴുതാ QS = 2P - 10 എന്ന് എഴുതിയാൽ സപ്ലൈ കർവായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സപ്ലൈ കർവ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ 2 പ്രോബ്ലം നിർബന്ധമായിട്ടും പഠിക്കണം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.